ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മുടെ 10th മെയിൻസിന്റെ റിസൾട്ടുകൾ വന്നു തുടങ്ങി അല്ലേ. ആദ്യം സെക്രട്ടറി ചോയുടെ റിസൾട്ട് വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ലബോറട്ടറി അസിസ്റ്റന്റ് വയനാട് ജില്ല ഇതുവരെ വന്നിട്ടുണ്ട്. 49 പോയിന്റ് സംതിങ് ആണ് വയനാട് ജില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു ജില്ലയുടെ കട്ട് ഓഫ് വന്നതോട് കൂടിയിട്ട് ചിലപ്പോൾ പല ആളുകൾക്കും വളരെ കുറവ് മാർക്കായിരിക്കാം ഈ ഒരു പരീക്ഷയിൽ നേടാൻ സാധിച്ചിട്ടുണ്ടാവുക. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചില ഫേസുകൾ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഫേസ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അവർക്ക് ചിലപ്പം ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ സാധിച്ചില്ലായിരിക്കാം. എന്നിരുന്നാലും ചിലപ്പോൾ മേ ബി നിങ്ങൾ നോർമലൈസേഷൻ കാരണം ചിലപ്പം എന്താണ് ഈ പരീക്ഷയിൽ ചിലപ്പം ഇനിയിപ്പോൾ സാധ്യത സെക്രട്ടറി ടോയ് ഇല്ലെങ്കിൽ ചിലപ്പോൾ സാധ്യത ലബോറട്ടറി അസിസ്റ്റന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മേ ബി ചില ആൾക്കാരും മനസ്സിലായിട്ടുണ്ടാവാം മേ ബി എനിക്ക് ഈ 2 എക്സാമും മേ ബി ക്വാളിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ LDC കഴിയുന്നു പോയി. LDC നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ പ്രതീക്ഷയോടെ നേരിട്ടൊരു പരീക്ഷയായിരുന്നു 10th പ്രിലിംസ്. സോ അതിലും എനിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല. സോ അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നിൽ ഒരു ചോദ്യമുണ്ട്. കാരണം എൻ്റെ ഈ 10ാം ക്ലാസ് യോഗ്യത കൊണ്ട് 10ാം ക്ലാസ്സിനെ കുറിച്ചാണ് അവരെ ഫോക്കസ് ചെയ്താണ് ഞാൻ കൂടുതൽ പറയുന്നത് കേട്ടോ. കാരണം +2 ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ നമുക്ക് +2 ആണെങ്കിൽ കോഴ്സ് എക്സാം ഒക്കെ എല്ലാ വർഷവും വിളിക്കുന്നതാണ്. പക്ഷേ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളെ സംബന്ധിച്ച് അവിടെ മുന്നിൽ വലിയൊരു ചോദ്യം ഉണ്ടാവും. ഇനി എൻ്റെ മുന്നിലുള്ള അവസരം എന്താണ്, എൻ്റെ യോഗ്യത വെച്ചുള്ള പരീക്ഷ ഏതാണ് എന്നുള്ള ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു അവസരം കൂടി ഈ വർഷമുണ്ട്. അതിനെക്കുറിച്ച് ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ PSC പ്രഖ്യാപനം നടത്തിയതാണ്. ആ എക്സാമാണ് ASM. ഒരു ഗോൾഡൻ ചാൻസ് എന്ന് തന്നെ പറയാം. കാരണം LDCക്കും LGSനും എന്തുണ്ടായിരുന്നില്ല, പ്രിലിംസ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ASM അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന റീസെന്റ് ആയിട്ട് ഒരുപാട് വാക്കൻസി റിപ്പോർട്ട് ചെയ്തൊരു പോസ്റ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ASMന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലും LDCയും LGSും പോലെ തന്നെ ഒറ്റഘട്ട പരീക്ഷയാണ്. സോ ഇറ്റ് ഈസ് എ ഗോൾഡൻ ചാൻസ്. ഈ വർഷത്തെ നിങ്ങളുടെ ഗോൾഡൻ ചാൻസ് ആർക്ക്, 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് മാത്രം ഉള്ളവർക്കുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ 3 പരീക്ഷകൾ LDC LGS പരീക്ഷകൾ നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ 10th പ്രിലിംസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തു, പക്ഷേ നല്ല റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചില്ല. അപ്പോൾ ഇനി ഞങ്ങളുടെ മുന്നിലുള്ള വഴി ഏതാണ് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സോ അവർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ASM അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. സോ ഈ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒറ്റഘട്ട പരീക്ഷയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒറ്റഘട്ട പരീക്ഷയിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ASM എന്ന് പറയുന്ന ആ ഒരു ജോലിയിലേക്ക്, 10ാം ക്ലാസ് യോഗ്യതയുള്ള ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. മേ ബി ഈ 10th പ്രിലിംസ് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ASM ആണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ, ഇനി ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് ASM പരീക്ഷ നടക്കുക എന്നതാണ് PSCയുടെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് നമുക്ക് ലഭിച്ച പ്രാഥമിക റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ കൺഫർമേഷൻ വരാനുണ്ട്. എന്നാൽ കൂടി ഇനിയും ഒരു 3 4 അല്ലെങ്കിൽ 4 5 മാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ പലരും ഈ 10th പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മേ ബി നിങ്ങളെല്ലാവരും ഡള്ളായിരിക്കും. ഓക്കെ, കിട്ടിയ ആളുകളും പ്രിപ്പയർ ചെയ്യേണ്ട, കിട്ടാത്തവർ മാത്രമല്ല. കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ മുന്നിലുള്ളത് 4-5 മാസമുണ്ട്. ആ 4-5 മാസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റുകളിൽ എന്ന് പറയുമ്പോൾ LDC പരീക്ഷയ്ക്കും LGS പരീക്ഷയ്ക്കും ഒരുപാട് തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. 10th പ്രിലിംസ് പരീക്ഷയും അല്ലെ, പ്രിലിംസ് പരീക്ഷയാണെങ്കിൽ പോലും നല്ല രീതിയിൽ പല ഫേസുകൾ നല്ല ടൈറ്റായിട്ട് ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ കാരണം കൊണ്ട് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ എവിടേക്കെയാണോ, നിങ്ങൾ ഏതൊക്കെ ചോദ്യ മേഖലകളിലാണോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പറ്റുന്നത്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇറ്റ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഈ 4-5 മാസങ്ങൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അതവിടെ എടുത്തു വെക്കാതെ LDCക്കും LGSനും 10th പ്രിലിംസിനൊക്കെ പഠിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ച് LDCയുടെ അതേ സിലബസ് തന്നെയാണ് ASMന് കഴിഞ്ഞ പ്രാവശ്യം സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു. ഇത്തവണ ആ സ്പെഷ്യൽ ടോപ്പിക് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. സോ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ LDCക്ക് എന്താണോ പഠിച്ചത് തൊടി തട്ടി എടുത്താൽ മതി. ഓക്കെ, അതിൽ മറന്ന കാര്യങ്ങൾ ഒന്ന് റീകോൾ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ അതിൽ സ്കിപ്പ് ചെയ്ത കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ, അതൊക്കെ ഒന്ന് കൂടുതലായിട്ട് എടുത്ത് പഠിക്കുക. കാരണം 4-5 മാസം ടൈം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടേക്കാണോ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കിയിട്ട് ASM
പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. ഇത്തവണ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഒരു കടമ്പയില്ല. ഓൺലി LDCയുടെ സിലബസ് മാത്രമാണ്. നിങ്ങൾക്ക് പരിചിതമായ സിലബസ് ആണ്. ഒന്ന് പൊടി തട്ടിയെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടൊക്കെയാണ് തെറ്റിയത്, ഏതൊക്കെ ഭാഗങ്ങളാണ് ഓർമ്മയിൽ നിൽക്കാത്തത്, അത് നന്നായിട്ട് റിവിഷൻ ചെയ്ത് അത് കൈക്കലാക്കുക. മാത്രമല്ല കേട്ടോ, നിങ്ങൾ PYQs നന്നായിട്ട് അനലൈസ് ചെയ്യുക. മേ ബി നിങ്ങൾക്ക് PYQ നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ ആയിരിക്കാം LDCയും LGSും 10th പ്രിലിംസ് ഒക്കെ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അതിനെല്ലാ സമയമുണ്ട്. 4-5 മാസം എല്ലാത്തിനും സമയമുണ്ട്. നിങ്ങൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയത്തില്ല. നമ്മൾ പതുക്കെ തുടങ്ങിയാലും സ്റ്റഡി ആയിട്ട് കൊണ്ട് ഒരു ഡിസിപ്ലിൻ കണ്ടെത്തിയിട്ട് പഠനം ഒരു ആവറേജ് ഒരു ദിവസത്തിൽ നിങ്ങളിങ്ങനെ കീപ്പ് ചെയ്യുക. ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് അതിങ്ങനെ ബെറ്ററാക്കി കൊണ്ടുവരും. ഒരു മല പോലെ അല്ലെങ്കിൽ ഇങ്ങനെ അത് ഉയർത്തി അവസാനം പരീക്ഷ അടുക്കുമ്പോഴേക്കും നിങ്ങളുടെ പഠനത്തിനായിട്ട് ചെലവഴിക്കുന്ന സമയമെല്ലാം നന്നായിട്ട് ഉയർത്തി കൊണ്ടുവരിക. അപ്പോൾ ASM എന്ന് പറയുന്നത് ഇപ്പോൾ വിളിച്ച എക്സാമുകളെല്ലാം കിട്ടാത്തവർക്കുള്ള, എല്ലാ വർഷവും 10th പ്രിലിംസ് പോലെയുള്ള പരീക്ഷ നടക്കും. എന്നാൽ കൂടി നിങ്ങളുടെ ഉത്തരത്തിന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഇനിയൊരു 10th ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പോസ്റ്റ് വിളിക്കുമെന്നൊരു സംശയം ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വർഷം തന്നെ ഓഗസ്റ്റ് മാസത്തിലായിട്ടൊരു പരീക്ഷ, ഒറ്റഘട്ട പരീക്ഷയാണ്, അത് നടക്കുന്നുണ്ട്. ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും വരുന്ന വർഷങ്ങളിൽ ഇനിയും കമ്പനി ബോർഡ്, LGS, ബെവ്കോ, LDC ഒക്കെ തുടങ്ങിയ പോസ്റ്റുകൾ വരാനുണ്ട്. അപ്പം അതുകൊണ്ട് അതിനേക്കാൾ അപ്പോഴേക്കും പലർക്കും ഏജ് ഓവർ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ. ചിലരോടൊക്കെ ചിലപ്പം ലാസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ ആയിരിക്കും ASM ഒക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഏജ് ഓവർ ആവാൻ സാധ്യത, അപ്പോൾ അത് വിളിക്കുമ്പോഴേക്കും. അതുകൊണ്ട് അതിന് മുൻപ് തന്നെ ASM വരുന്നുണ്ട്, അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു ചെറിയൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് 10th ക്വാളിഫിക്കേഷൻ്റെ അവസരങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു 10th പ്രിലിംസ് കിട്ടാത്തവർ വിഷമിക്കേണ്ട, ഉടൻ തന്നെ ASM വരുന്നുണ്ട്, അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ആ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്ത്. നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതനുസരിച്ച് പോസ്റ്റുകൾ അപ്കമിംഗ് ആയിട്ട് വരുന്നുണ്ടോ? ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ഇനിയിപ്പോൾ സെക്കൻഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഏതാണ്? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട് എന്ത് പഠിച്ചു തുടങ്ങണം, ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ, ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് അല്ലേ. 10th പ്രിലിംസ് അവർ എഴുതാൻ പോകുന്ന ആദ്യ പരീക്ഷയായിരിക്കാം മേ ബി ഈ ഒരു 10th ക്വാളിഫിക്കേഷൻ വെച്ചിട്ട്. സോ അവർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഒരു നടുക്കടലിൽ പെട്ട അവസ്ഥയായിരിക്കും അല്ലേ. കാരണം അവരുടെ ടോപ്പിക് എന്ന് മാറിയിട്ട് ഒരു കടലിൻ്റെ നടുവിൽ പെട്ട അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാനാണ്. നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി എത്തിക്കുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.